Good morning, children. അപ്പോൾ നമ്മൾ അടുത്ത ലെസണിലേക്ക് കടക്കാണ്. ലെസൺ 5 ലൈഫ് ഇൻ ദ ഡെസേർട്ട് റീജിയൻ ആൻഡ് സെൻട്രൽ പ്ലാറ്റ്യൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറെ സ്റ്റേറ്റ്സിൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈഫ് ഇൻ ദ സദേൺ പ്ലാറ്റ്യൂ പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് ഇൻ ദ ഡെസേർട്ട് റീജിയൻ ആൻഡ് ദ സെൻട്രൽ പ്ലാറ്റ്യൂ ആണ്. ഞാൻ പറയണ ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ മാപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പുകളിൽ നമ്മൾ പറയുന്ന ഓരോ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. എന്താണെന്ന് പറഞ്ഞാൽ സ്ഥലങ്ങളും അപ്പൊ അതിലെന്തൊക്കെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വെക്കുക. എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് എക്സാമിന് നിങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് വന്നില്ലേ, ഒരുപാട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനൊക്കെ വന്നു. നിങ്ങൾ മാപ്പ് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതെന്താണ് എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കിലുള്ള മാപ്പ് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൽ എവിടെയൊക്കെ സ്ഥലങ്ങൾ, മാപ്പ് മാത്രം നോക്കിയാൽ പോരാ, അവിടെ സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ല മാപ്പ് ആദ്യം വരയ്ക്കുക. എന്നിട്ട് 29 സ്റ്റേറ്റ് 29 കളർ കൊണ്ട് അടയാളപ്പെടുത്തുക. അത് ആദ്യം എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ ഉള്ളത് എന്ന് ആദ്യം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ കാണുന്ന മാപ്പിലുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ലൈഫ് ഇൻ ദ ഡെസേർട്ട് റീജിയൻ ആൻഡ് സെൻട്രൽ പ്ലാറ്റ്യൂ. We have seen that the Great Indian Desert or Thar Desert lies to the southwest or the northern plains. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു, താർ ഡെസേർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പൊ അത് ഡെസേർട്ട് എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ്, നോർത്തേൺ പ്ലെയിൻസിന്റെ സൗത്ത് വെസ്റ്റിലാണ് താർ ഡെസേർട്ട് ഉള്ളത്. In the east it is bounded by Aravalli Hills. The western boundary is Pakistan. About half Rajasthan state lies in this desert. എന്താണെന്ന് പറഞ്ഞാൽ in the east it is bounded by Aravalli Hills. അപ്പൊ സൗത്ത് വെസ്റ്റിൽ നോർത്തേൺ പ്ലെയിൻസ് ആണെന്ന് പഠിച്ചു. ഇൻ ദ ഈസ്റ്റിൽ എന്താണ് ബൗണ്ട് ചെയ്തിരിക്കുന്നത്, കവർ ചെയ്തിരിക്കുന്നത് ആരവല്ലി ഹിൽസ് ആണ് ഈസ്റ്റിൽ ചുറ്റപ്പെട്ടിരിക്കുന്നത്. വെസ്റ്റിൽ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനാണ്. About half of Rajasthan lies in this desert. ഈ ഡെസേർട്ട് രാജസ്ഥാന്റെ പകുതി ഭാഗവും താർ ഡെസേർട്ടായിൽ കിടക്കുന്നു. അപ്പോൾ താർ ഡെസേർട്ട് എവിടെയാണുള്ളത് നമ്മൾ നേരത്തെ അറിയാലേ, രാജസ്ഥാൻ മരുഭൂമി എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പൊ രാജസ്ഥാനിൽ തന്നെയാണ് താർ ഡെസേർട്ട് ഉള്ളത്. പകുതി ഭാഗം, രാജസ്ഥാന്റെ പകുതി ഭാഗവും എന്താണ്, താർ ഡെസേർട്ട് തന്നെ ആണ്. അപ്പൊ നമുക്ക് രാജസ്ഥാനെ കുറിച്ച് പഠിക്കാം. രാജസ്ഥാൻ മീൻസ് ദ ലാൻഡ് ഓഫ് രാജാസ് ഓർ കിങ്. രാജ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ തന്നെ മീനിങ് ഉണ്ട്, രാജാക്കന്മാരുടെ നാട് എന്നാണ് പറയാ. രാജസ്ഥാൻ മീൻസ് ലാൻഡ് ഓഫ് രാജാസ് എന്നാണ് പറയുന്നത്. As you have seen, Rajasthan is a border state with Pakistan on the west and northwest. അപ്പൊ എന്താണ്, രാജസ്ഥാൻ ഈസ് എ ബോർഡർ സ്റ്റേറ്റ് വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് പങ്കുചേരുന്ന ഒരു ബോർഡർ രാജ്യമാണ്. ഓൺ ദ വെസ്റ്റ് ഇൻ ദ നോർത്ത് വെസ്റ്റ്, ബോർഡർ സ്റ്റേറ്റ് വിത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കുവെക്കുന്ന രാജ്യമാണ് രാജസ്ഥാൻ. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ പഞ്ചാബ് ആൻഡ് ഹരിയാന ഇൻ ദ നോർത്ത്. അപ്പൊ നോർത്ത് ഭാഗത്താണെങ്കിൽ എന്തുകൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഏത് സ്റ്റേറ്റ് ആണ്, പഞ്ചാബ് ആൻഡ് ഹരിയാന ഇൻ ദ നോർത്ത്. പഞ്ചാബും ഹരിയാനയാണ്. മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത് ഇൻ ദ സൗത്ത്. സൗത്ത് ഭാഗത്ത് നോക്കട്ടെ, മധ്യപ്രദേശും ഗുജറാത്തും ആണ് ഉള്ളത്. അപ്പൊ ഏതിന്റെ ആണെന്ന് കൂടി നോക്കണം, രാജസ്ഥാന്റെ നോർത്തിൽ പഞ്ചാബും ഹരിയാനയും, സൗത്തിൽ മധ്യപ്രദേശും ഗുജറാത്തും. ജയ്പൂർ ഈസ് ഇറ്റ് ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ ജയ്പൂർ ആണ്. ആൻഡ് ഈസ് നോൺ ആസ് പിങ്ക് സിറ്റി. അപ്പൊ ജയ്പൂരിനെ നമ്മൾ എന്ത് പറയുന്നു, പിങ്ക് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നു. പിങ്ക് സിറ്റി പറഞ്ഞാൽ ഏതാണ് പിങ്ക് സിറ്റി, ജയ്പൂർ ആണ്. ഇനി ലൈഫ് ഇൻ ദ ഡെസേർട്ട് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്കറിയാലേ, മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ മണലാരണ്യം എന്നാണ് പറയുന്നത്. അതിലുള്ള ലൈഫ് എങ്ങനെയായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പീപ്പിൾ ഹാവ് ടു വാക്ക് ലോങ് ഡിസ്റ്റൻസസ് ഇൻ സെർച്ച് ഓഫ് വാട്ടർ. ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടാറില്ല. എന്തുകൊണ്ടാ, മഴയെ ലഭിക്കാറില്ല. അതുകൊണ്ട് വെള്ളം കിട്ടാൻ വളരെ പ്രയാസമാണ്. അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കിലോമീറ്റേഴ്സ് നടക്കണം. ഓക്കെ, പീപ്പിൾ റെയർ camel, sheep, goat, but they have to go from place to place in search of food for themselves and the animals. ഇനി എന്താണെന്ന് പറഞ്ഞാൽ പീപ്പിൾ റെയർ
camel, sheep, goat. ഇനി അവിടെയുള്ള ആൾക്കാര് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാമൽസിനെയും ഷീപ്പിനെയും ഗോട്ടിനെയൊക്കെയാണ് വളർത്തുന്നത്. And they go from place to place in search of food for themselves and the animals. ഇനി അനിമൽസിനും അവർക്കും ഫുഡ് വേണമെങ്കിലോ അത് തെരഞ്ഞു പോകണം, എവിടെയാ ഫുഡ് കിട്ടുക എന്ന് തെരഞ്ഞു പോകണം. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും അധികം എന്തില്ല, വെജിറ്റേഷൻസ് ഒന്നും അടുത്തൊന്നും അവർ കൃഷി ചെയ്യുന്നില്ല. കൃഷി ചെയ്യുന്നത് എവിടെയാണ് എന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് പോകണം. മനസ്സിലായോ? themselves and animal, hence they are called nomads. അതുകൊണ്ട് തന്നെ അവരിന് എന്ത് പറയുന്നു? nomads എന്ന് പറയുന്നു. NOMADS. nomads പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നാടോടികൾ. ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായി നിൽക്കാതെ എന്ത് പറയുന്നു, ഒരു ഭാഗത്തു നിന്നും വേറെ ഭാഗത്തേക്ക് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ അവര് ഒരു ഭാഗത്ത് തിരികെ വെള്ളം കിട്ടുന്നു വിചാരിച്ചാൽ അവിടെ കുറച്ച് ദിവസം അവര് താമസിക്കും. അവിടുത്തെ വെള്ളം കഴിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും അവരെവിടെയാണ് വെള്ളം കിട്ടുന്നത് അന്വേഷിച്ച് വീണ്ടും പോവും. അങ്ങനെ അവർ ഒരു ഭാഗത്ത് സ്ഥിരമായി നിൽക്കാതെ അവർ എന്ത് ചെയ്യുന്നു, ഓരോ ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ മാത്രമല്ല, അവരുടെ കൂടെ എന്തൊക്കെയാണ് അവർ വളർത്തുന്നത്? ആ ക്യാമലാണെങ്കിൽ ക്യാമലും ഗോട്ടും ഒക്കെ അവരുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നവരനെ nomads എന്നാണ് പറയുന്നത്. Some plants and trees grow in the green spot called oasis. ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ച് പ്ലാന്റ്സുകൾ അവിടെ എന്താണ് പച്ചപ്പായിട്ട് ഓരോ സ്പോട്ടായി കാണാൻ സാധിക്കും. Some plants and trees grows in the green spot called oasis. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? oasis എന്ന് പറയുന്നത്, മരുപ്പച്ച എന്ന് പറയുന്നത്. Date palms, thorny bushes, shrubs and cactus grow here. ഇനി നമുക്ക് അവിടെ തന്നെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് അവർ കൃഷി ചെയ്യുന്നത്? ഡേറ്റ് പാംസ് അതറിയാലോ അല്ലേ? ഈത്തപ്പഴങ്ങൾ. പിന്നെന്താണ് thorny bushes? thorny bushes പറഞ്ഞാൽ മുള്ളുള്ള ചെടികള്. പിന്നെ ഷേപ്സ്, അങ്ങനെ കാക്ടി ഗ്രോ, അതൊക്കെ എന്താണ് മുൾച്ചെടികളും അതൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട കാണുന്ന ചെടികൾ. People move from place to place selling rugs, carpet, jewelry, handicraft items in brass. ഇനി എന്താണെന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്താണ് അവിടെ തന്നെ സ്ഥിരമായിരിക്കില്ല. അവിടെ എന്തൊക്കെയാണ് അവർ അതിനെ കൊണ്ട് എന്ത് ചെയ്യണം? അവര് സെൽ ചെയ്യണം, മറ്റുള്ളവർക്ക് വിൽക്കണം. അപ്പൊ എന്ത് ചെയ്യണം? മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. അവരൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സെല്ലിംഗ് റഗ്സ്, കാർപ്പറ്റ്, ജ്വല്ലറി. എന്താണ് അവര് അങ്ങനെ കാർപ്പറ്റുകളും റഗ്സുകളും അല്ലെ, എന്താണ് ചവിട്ടി, അങ്ങനെ കാർപ്പറ്റുകള്, ജ്വല്ലറി പറഞ്ഞാൽ എന്താണ് കയ്യിലും കാലിലും ഒക്കെ ഇടുന്ന ജ്വല്ലറി ഐറ്റംസ്. പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റം, കൈ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ്, ബ്രാസ് കൊണ്ടുണ്ടാക്കിയ കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്. ഇതെല്ലാം അവരെന്ത് ചെയ്യണം? സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് നിന്നും വേറെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിലും അവർ ഒരു ഭാഗത്ത് തന്നെ സ്ഥിരമായിട്ട് താമസിക്കാറില്ല എന്നാണ് പറയുന്നത്. രാജസ്ഥാനികൾ എന്താണ്, ഒരു ഭാഗത്ത് തന്നെ അവർക്ക് സ്ഥിരമായിട്ട് അവര് നിൽക്കില്ല. ഒരു ഭാഗം കഴിയുമ്പോൾ അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? വേറൊരു ഭാഗത്തേക്ക് പോകുന്നു. എവിടെയാണോ വെള്ളം കാണുന്നത് ആ ഭാഗത്തേക്ക് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവര് എന്ത് പറയുന്നു? നോമാഡ്സ് ആണ് എന്ന് പറയുന്നു അല്ലേ? അപ്പൊ അടുത്ത നോക്കൂ. They travel on camel, which is called ship of the desert. അപ്പൊ അവരെപ്പോഴും അധികം അവരും ഏതിലാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞാൽ ക്യാമലിലാണ് സഞ്ചരിക്കുന്നത്. ക്യാമലിനെ നമ്മൾ എന്ത് പറയുന്നു? ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന് പറയുന്നു. അതറിയാലോ അല്ലെ? ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് ഏതാണ്? ക്യാമൽ. Camel have thick paws under their feet to enable them to walk long distances. Camel have thick pads. എന്താണ് അതിന് ഭയങ്കര കട്ടിയായിട്ടുള്ള കാൽ എന്താണ് ഉള്ളത്? Under their feet to enable them to walk long distances. എത്ര ദൂരം വേണമെങ്കിലും അതിന് നടക്കാൻ സാധിക്കുന്നു. They can remain without food and water for many days. അതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഒരുപാട് ദിവസങ്ങൾ വെള്ളവും ഇല്ല ഫുഡും ഇല്ലാതെ അതിന് ജീവിക്കാൻ സാധിക്കും. Water is stored in sacks inside their body. അതാണ് അതിന്റെ ബോഡിയിൽ തന്നെ എന്താണ്? ഒരു സാക്ക്, അതിന്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ഒരു ചാക്ക് പോലെ അതിലെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുള്ള വെള്ളം അതിന്റെ ബോഡിന്റെ ഉള്ളിൽ തന്നെ കുറെ ദിവസങ്ങളിലേക്കുള്ള വെള്ളം അതെന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? വാട്ടർ ഫ്രം ദ river satellite bees are diverted to the desert through a long canal known as Indira Gandhi Canal. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ അവിടെയുള്ള ഏത് വെള്ളത്തിന്റെ സൗകര്യങ്ങളെ കുറിച്ചാണ്. വാട്ടർ ഫ്രം ദ റിവർ സാറ്റലൈറ്റ് ആൻഡ് ബീസ്, BEAS ആണ് ബീസ്,
അപ്പൊ സട്ലജും ബീസും ഇത് രണ്ട് നദികളുടെ പേരാണ് സട്ലജ്, ബീസ്. അതെന്ത് ചെയ്യുന്നു? ഡൈവേർട്ടഡ് ടു ദ ഡെസേർട്ട്. ഡെസേർട്ടിൽ കൂടെയാണ് തിരിച്ചു വിട്ടിരിക്കുന്നത് ത്രൂ എ ലോങ് കനാൽ നോൺ ആസ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ എന്ന കനാലിൽ കൂടെ സട്ലജിലും ബീസിലെയും വെള്ളങ്ങൾ തിരിച്ചു വിട്ടിരിക്കുന്നു. Thus many parts of the desert where the soil is fertile have been brought under cultivation. അതുകൊണ്ട് തന്നെ ആ കനാൽ ഏത് വഴിയാണോ ഒഴുകുന്നത് അവിടെയുള്ള ഡെസേർട്ട് റീജിയനിലൊക്കെ എന്താണ്? സോയിൽ ഈസ് ഫെർട്ടൈൽ. അവിടെയുള്ള സോയിലൊക്കെ എന്തായി മാറുന്നു? നല്ല ഫലപുഷ്ടമായി മാറുന്നു. ഹാവിൻ ബ്രോട്ട് അണ്ടർ കൾട്ടിവേഷൻ. പിന്നീട് അവരെന്ത് ചെയ്യുന്നു? കൾട്ടിവേഷൻ നടത്തുന്നു. കൾട്ടിവേഷൻ മീൻസ് എന്താ? അവരെന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു അല്ലേ? ഒരുപാട് കാര്യങ്ങൾ അവരെന്താണ്? എന്തുകൊണ്ടാ? അവിടെ ഇന്ദിരാഗാന്ധി കനാൽ ആ ഭാഗത്തുകൂടെ വന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ താർ ഡെസേർട്ടിലാണ് എന്തുള്ളത്? ഇന്ദിരാഗാന്ധി കനാൽ. താർ ഡെസേർട്ട് മീൻസ് എന്താണ്? രാജസ്ഥാനിലാണ് എന്തുള്ളത്? ഇന്ദിരാഗാന്ധി കനാൽ ഉള്ളത്. Houses have flat roof and small windows to prevent heat. ഇനി അവിടുത്തെ ഹൗസസുകളുടെ പ്രത്യേകത നോക്കാം. എന്താണ് ഹൗസസ്? ഹാവ് ഫ്ലാറ്റ് റൂഫ്. നമ്മുടെയൊക്കെ ഫ്ലാറ്റ് റൂഫ് ആണോ? നമ്മുടെ ചിലതൊക്കെ എന്താണ് ടെറസ് അങ്ങനെയൊക്കെ ഫ്ലാറ്റ് ഉണ്ടാവും. പക്ഷേ അവരുടെ എന്താണ് ഫുള്ളായിട്ട് എല്ലാ ഹൗസുകളും എന്താണ് ഫ്ലാറ്റ് റൂഫാണ്. പരന്ന അതാണ് അവരുടെ മേൽക്കൂരകൾ. വീടിന്റെ മേൽക്കൂരകൾ അങ്ങനെ ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. ആൻഡ് സ്മാൾ വിൻഡോ, നമ്മളെ പോലെ ഒരുപാട് വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല, കുഞ്ഞു വിൻഡോസ് ആണ് ഉണ്ടാവുക. ടു പ്രിവെന്റ് ഹീറ്റ്. എന്തുകൊണ്ടാ കുഞ്ഞു വിൻഡോ? അതിലൂടെ ഒന്നും ചൂട് ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വിൻഡോസ് ആയി പറഞ്ഞാൽ അതിൽ ഒരുപാട് കാറ്റ്, അതേമാതിരിയുള്ള നല്ല ചൂട് എങ്ങോട്ടേക്ക് തന്നെ വരും? വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ വരും. അതുകൊണ്ട് കുഞ്ഞു വിൻഡോ ആണ് ഉള്ളത്. പീപ്പിൾ ഹിയർ വിയർ കളർഫുൾ ക്ലോത്ത്സ്. പക്ഷെ അവിടെയുള്ള ജനങ്ങളെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കാറുള്ളത്. men wear dhoti kurta and a long turban. ഇനി അവിടെയുള്ള പുരുഷന്മാർ എന്താണ് ധരിക്കുക എന്ന് പറഞ്ഞാൽ ധോത്തിയും കുർത്തയാണ്. തലയിലാണെങ്കിൽ ലോങ് ടർബൻ കെട്ടിയിരിക്കുന്നു. വുമൻ വിയർ കളർഫുൾ ലഹങ്ക ആൻഡ് ചോളി. ഇനി അവിടുത്തെ ഉള്ള സ്ത്രീകൾ എന്താണ് ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ കളർഫുൾ ലഹങ്കയും ചോളിയാണ് അവിടുത്തെ വസ്ത്രം. ആൻഡ് എ ലോങ് സ്കാർഫ് കോൾഡ് ഓഗ്നി. അപ്പൊ എന്താണ് അവരെന്താണ് തലയിൽ എന്തിടും? വലിയൊരു സ്കാർഫും ഇടാറുണ്ട്. ദ രാജസ്ഥാനി സെലിബ്രേറ്റ് ദസറ. ഇനി അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ആഘോഷം എന്താണെന്ന് പറഞ്ഞാൽ ദസറയാണ്. ദിവാളി, ഹോളി ആൻഡ് ഈദ്. അപ്പൊ ഏതൊക്കെയാണ് അവിടെ ആഘോഷമുള്ളത്? ദസറ, ദിവാളി, ഹോളി ആൻഡ് ഈദ്. They love singing and dancing. അവർക്ക് ഏറ്റവും ഇഷ്ടമാണ് സിംഗിങ്ങും ഡാൻസിങ്ങും. നന്നായി പാട്ട് പാടും, നന്നായി ഡാൻസ് കളിക്കും. രാജസ്ഥാൻ ഈസ് ഫേമസ് ഫോർ ഇറ്റ് പാലസസ്, ഫോർട്ട്സ് ആൻഡ് ടെമ്പിൾ. ഇനി രാജസ്ഥാനിൽ ഒരുപാട് എന്തുണ്ട്? ഫോർട്ട്സുകൾ ഉണ്ട്, ടെമ്പിൾസ് ഉണ്ട്, പിന്നെന്താണ് പാലസസ് ഉണ്ട്. പിന്നെന്താണ് ജോധ്പൂർ, ഉദയ്പൂർ, ജയ്സാൽമേർ, അജ്മീർ ആർ സം ഓഫ് ദ places where historical buildings are situated. Rajasthani marble is famous. ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ജോധ്പൂർ, ഉദയ്പൂർ, ജയ്സൽമീർ, അജ്മീർ ആർ സം ഓഫ് ദ പ്ലേസസ് വെർ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആർ സിറ്റുവേറ്റഡ്. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഉള്ള സ്ഥലമാണ് ഇത്രയും പ്രദേശങ്ങൾ. ഇനി രാജസ്ഥാനി മാർബിൾ നമ്മൾ പരസ്യത്തിലെങ്കിലും കാണാറുണ്ട് അല്ലെ? രാജസ്ഥാനി മാർബിൾ ആണ് ഫേമസ് ആയിട്ടുള്ള മാർബിൾ. അടുത്ത നോക്കൂ, മധ്യപ്രദേശ്. മധ്യപ്രദേശ് നോക്കൂ. മോസ്റ്റ് ഓഫ് ദ മധ്യപ്രദേശ് ഈസ് ഇൻ ദ സെൻട്രൽ പ്ലാറ്റ്യൂ. സെൻട്രൽ പ്ലാറ്റ്യൂ ആണ് മധ്യം. മധ്യം പറഞ്ഞാൽ തന്നെ എന്താണ്? സെൻട്രൽ, മധ്യഭാഗം അല്ലെ? മധ്യപ്രദേശ്. അപ്പൊ എന്താണ്? മോസ്റ്റ് ഓഫ് ദ മധ്യപ്രദേശ് ഈസ് ഇൻ സെൻട്രൽ പ്ലാറ്റ്യൂ. പ്ലാറ്റ്യൂന്റെ മധ്യഭാഗത്താണ് മധ്യപ്രദേശ് ഉള്ളത്. ദ റിച്ച് ബ്ലാക്ക് സോയിൽ ഓഫ് ദീസ് റീജിയൻ ഈസ് fit for the cultivation of cotton, sugarcane, oil seed which are grown in plenty. അവിടെ എന്താണ്? ഏത് സോയിലാണ് ഉള്ളത്? ബ്ലാക്ക് സോയിലാണ് ഉള്ളത്, കരിമണ്ണാണ് അവിടെ ഉള്ളത്. അത് ഏതിനാണ് ഫേമസ്? കൃഷി ചെയ്യാൻ പ്രധാനപ്പെട്ട നല്ലതാണ്. ഫിറ്റ് ഫോർ കോട്ടൺ, ഷുഗർകെയിൻ, ഓയിൽ സീഡ് വിച്ച് ആർ ഗ്രോൺ ഇൻ plenty. The capital of Madhya Pradesh is Bhopal. ഭോപ്പാലാണ് അതിന്റെ തലസ്ഥാനം. അപ്പൊ ക്യാപിറ്റൽ ഓഫ് മധ്യപ്രദേശ് എന്താണ്? ഭോപ്പാലാണ്. വീറ്റ് ഈസ് മെയിൻ ക്രോപ്പ് ഗ്രോൺ. വീറ്റ് ആണ് അവിടെ പ്രധാന വിളകൾ.
ഏതാണ്? വീറ്റ്. അതർ ക്രോപ്സ് ആർ ജോവർ, പൾസസ്. പൾസസും ജോവറാണ് പിന്നെയുള്ള ക്രോപ്പ്. മധ്യപ്രദേശ് ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് വൈൽഡ് ലൈഫ് സെഞ്ചുറി ലൈക്കൻഹ ആൻഡ് ബന്ദ്വഹ. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ് നമ്മൾ എന്താണെന്ന് വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. അതിനെയാണ് നമ്മൾ വൈൽഡ് ലൈഫ് സെഞ്ചുറി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ വൈൽഡ് ലൈഫ് സെഞ്ചുറി ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ കൻഹയും ബന്ദ്വഹാറാണ്. ഇനി ഇന്ത്യസ് ലാർജസ്റ്റ് ഡയമണ്ട് മൈൻസ് ആർ അറ്റ് പട്ന. പന്ന, ഇന്ത്യ ലാർജസ്റ്റ് ഡയമണ്ട് മൈൻസ് എന്താണെന്ന് പറഞ്ഞാൽ പന്ന, PANNA, പന്ന. The temples of Khajuraho are very famous. Temples of Khajuraho is very famous. Famous ആയിട്ടുള്ള അവിടുത്തെ ക്ഷേത്രമാണ് ഖജുരാഹോ. ഇനി നമ്മൾ ജർഹണ്ട് ആണ്. The state of Jharkhand is in the Chota Nagpur plateau. ഇനി നമ്മൾ ജർഹണ്ടിനെ കുറിച്ച് പറയാണ്. ജർഹണ്ട് എവിടെയാണുള്ളത്? ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂലാണുള്ളത്. റാഞ്ചി ഈസ് ദ ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ ഓഫ് ജർഹണ്ട് ഏതാണ്? റാഞ്ചി ആണ്. ദിസ് ഏരിയ ഈസ് വെരി ഡ്രൈ വിത്ത് ഫ്രീക്വന്റ് ഡ്രൗട്ട്. അപ്പൊ എന്താണ്? അവിടെ എപ്പോഴും ഫുള്ളായിട്ട് അവിടെ എന്താണ്? വരൾച്ചയാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാപ്പോഴും അവിടെ എന്താണ്? ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. മൈനിങ് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം ഹിയർ. മൈനിങ് മീൻസ് എന്താണ്? കുഴിച്ചെടുക്കുക അല്ലെ. അവിടെ ഒരുപാട് സാധനങ്ങൾ കുഴിച്ചെടുക്കാറുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെ സാധനമാണ് പ്രധാനമായിട്ടുള്ളത്? അയേൺ ആൻഡ് കോൾ. അപ്പൊ അയേണും കോളും ആണ് അവിടെ പ്രധാനമായിട്ടും മൈൻ ചെയ്യുന്നത്, കുഴിച്ചെടുക്കുന്നത്. ഈസ് പ്ലന്റി ഹിയർ. There are several industries in Jharkhand. ഒരുപാട് വ്യവസായങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ജംഷഡ്പൂർ ആൻഡ് ബൊക്കാറോ, the two major steel plants in India are located here. നമ്മുടെ ഇന്ത്യയിലെ തന്നെ 2 സ്റ്റീൽ പ്ലാന്റ്സുകളാണ്. എന്താണ്? ജംഷഡ്പൂർ ആൻഡ് ബൊക്കാറോ. ബൊക്കാറോയും ജംഷഡ്പൂറാണ് മേജർ സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ ആർ ലൊക്കേറ്റഡ് ഇൻ ജർഹണ്ട്. ജർഹണ്ടിലാണ് 2 സ്റ്റീൽ പ്ലാന്റ്സുകൾ ഉള്ളത്, ജംഷഡ്പൂരും ബൊക്കാറോവും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ലെസൺ 5 ഉള്ളത്. ഓക്കെ.